അടുത്താണുള്ളത്. ഇതെന്റെ വല്യപ്പച്ചൻ, ഞാൻ പപ്പ എന്ന് വിളിക്കും. ഇതെന്റെ വല്യപ്പച്ചൻ, ഞാൻ മമ്മി എന്ന് വിളിക്കും. എനിക്ക് കഥകൾ പറഞ്ഞു തരാനും കൂടെ കളിക്കാനും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി തരാനും അവരെന്നോടൊപ്പമുണ്ട്. തെറ്റ് ചെയ്യുമ്പോൾ തിരിച്ചു തരാനും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രോത്സാഹിപ്പിക്കാനും ആത്മീയ മാർഗനിർദ്ദേശങ്ങൾ പറഞ്ഞു തരാനും അവരെന്നോടൊപ്പമുണ്ട്. നിങ്ങൾക്കറിയാൻ വേണ്ടി വല്യപ്പച്ചയുടെ പേരാണ് എനിക്കിട്ടിരിക്കുന്നത്. നമ്മുടെ മാതാവിന്റെ അമ്മയുടെ പേരായ അന്ന എന്നാണ്. നമ്മുടെ മാതാപിതാക്കളെ ഇത്രത്തോളം വളർത്തിയവരാണ്. നമ്മുടെ ഗ്രാൻഡ് പേരൻസിനെ സ്നേഹിച്ചും പരിപാലിച്ചും ഈ ജീവിതം ആഘോഷമായി തീർക്കാം. സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എല്ലാ വല്യപ്പച്ചന്മാർക്കും വല്യമ്മച്ചിമാർക്കും ഗ്രാൻഡ് പേരൻസ് ഡേ ആശംസകൾ. Up in the sky, very, very high, stars are shining, oh grandpa. High in the night sky, many, many miles high, little moon is calling, my grandpa. പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളായ വിശുദ്ധ ജോവാക്കിമിൻ്റെയും അന്നയുടെയും തിരുനാൾ ദിനം പരിശുദ്ധ പിതാവ് വൃദ്ധ മാതാപിതാക്കളുടെ വല്യപ്പന്മാരുടെയും വല്യമ്മമാരുടെയും ദിനമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്ക് പരിശുദ്ധ പിതാവിനോട് നന്ദി പറയാം. കാരണം ലോകം മുഴുവൻ നിങ്ങളെക്കുറിച്ച് പ്രത്യേകമായിട്ട് ഓർക്കുന്ന, പ്രാർത്ഥിക്കുന്ന, കരുതുന്ന ദിവസമാണിത്. പരിശുദ്ധ പിതാവ് എടുത്തു പറയുന്ന ഒരു കാര്യം, മുതിർന്ന മാതാപിതാക്കൾ തലമുറകൾ തമ്മിലുള്ള ബന്ധമാണ്, കണ്ണിയാണ്. മക്കളും കൊച്ചുമക്കളും ഒക്കെ തമ്മിലുള്ള ഒരു വലിയ ബന്ധത്തിൻ്റെ കണ്ണിയാണ് വൃദ്ധ മാതാപിതാക്കൾ, വല്യപ്പന്മാരും വല്യമ്മമാരും. പണ്ടൊക്കെ കൂടുതൽ മക്കളുണ്ടായിരുന്ന വീടുകളിലൊക്കെ വല്യപ്പൻ്റെ തോളത്തിരുന്ന് സന്തോഷമായി സമാധാനമായിട്ട് പോകുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് എത്ര വേണമെങ്കിലും കാണാമായിരുന്നു. എനിക്ക് തോന്നുന്നു അവർ കൂടുതൽ സുരക്ഷിതർ നിങ്ങളോടൊപ്പമായിരുന്നു. വല്യപ്പച്ചൻ്റെ കൂടെ കിടന്നുറങ്ങുക, വല്യമ്മയുടെ കൂടെ കിടന്നുറങ്ങുക, അത് വലിയ സന്തോഷമായിരുന്നു കുഞ്ഞുങ്ങൾക്ക്. കാരണം അവരുടെ പപ്പായും മമ്മിയും ഒക്കെ തിരക്കിലാണെങ്കിലും വല്യപ്പനും വല്യമ്മയ്ക്കും ഒത്തിരി സമയമുണ്ട് അവർക്ക് വേണ്ടി. അവരുടെ കൂടെ ആയിരിക്കും, അവരുടെ കയ്യെ പിടിച്ച് നടക്കാം. അതോടൊപ്പം ഒത്തിരി കഥകൾ പറഞ്ഞു കൊടുക്കും, ഒത്തിരി വിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കും, ഒത്തിരി സ്ഥലങ്ങളിൽ കൊണ്ടുപോകും. അങ്ങനെ വൃദ്ധരായ മാതാപിതാക്കൾ മക്കളുടെ ജീവിതത്തിൽ ഒരു വലിയ സാന്നിധ്യമാണ്. നമ്മൾ ഈ കാലഘട്ടത്തിലും കണ്ടെത്തേണ്ട ഒരു പുണ്യമാണത്. ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ പലപ്പോഴും പ്രവാസികളായി പോകുന്ന നമ്മുടെ ചെറുപ്പക്കാരായ ദമ്പതികൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഒരു വലിയ നഷ്ടം കൂടിയാണ്. കാരണം അവരുടെ മാതാപിതാക്കളെ പിരിഞ്ഞിരിക്കുന്നു. കുഞ്ഞുങ്ങളെ അവർ തന്നെ വളർത്തണം. പലപ്പോഴും ഡേ കെയറിലൊക്കെ കൊണ്ട് പിള്ളേരെ വിടണം. നമ്മുടെ സാധാരണ ഗ്രാമീണ ഭവനങ്ങളിൽ ഡേ കെയർ എന്ന് പറയുന്നത് വല്യപ്പനും വല്യമ്മയും കൂടിയാണ് നടത്തുക. അപ്പോൾ ഒരു വലിയ നന്മ, മൂല്യം, കുടുംബ മൂല്യങ്ങളുടെ ഒരു വലിയ കൈമാറ്റം മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ സാന്നിധ്യം ഓരോ കുടുംബത്തിനും പ്രധാനപ്പെട്ടതാണ്. അവരാണ് നമ്മുടെ മക്കളെയൊക്കെ കുറച്ചുകൂടി ക്ഷമ ഉള്ളവരാകാനായിട്ട് പഠിപ്പിക്കുക. കാരണം അവർക്ക് മക്കളോട് സ്നേഹമുണ്ടെന്ന് മക്കൾക്കറിയാം. അപ്പോൾ പിന്നെ അവരുടെ സ്വഭാവത്തിൽ ഇച്ചിരി വ്യത്യാസം വന്നാലും അസ്വസ്ഥതകൾ വന്നാലും ഒക്കെ ക്ഷമിക്കാൻ പഠിക്കുന്നതൊക്കെ അവരിലൂടെയാണ്. എന്നോടൊരു പെൺകുട്ടി പറഞ്ഞു, അവളുടെ വല്യമ്മ ഭയങ്കര ബുദ്ധിമുട്ടാണ് മാനേജ് ചെയ്യാൻ. വല്യമ്മ വെറുതെ അമ്മയോട് വഴക്ക് പിടിക്കും. പിന്നെ എനിക്ക് പരീക്ഷയാണോ എന്നൊന്നും നോക്കത്തില്ല. വല്യമ്മ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും.
അപ്പോൾ ഒരു ചെറിയ വീടാണ്. അപ്പോൾ ഈ പിള്ളേർക്കൊന്നും പഠിക്കാനൊന്നും പറ്റിയല്ല. അപ്പോൾ മിക്കവാറും വൈകുന്നേരങ്ങളിലൊക്കെ വഴക്കാണ്. ഞാൻ ഈ പെൺകുട്ടിയോട് പറഞ്ഞു, മോളെ, നിൻ്റെ വല്യമ്മയോട് ക്ഷമിക്കാൻ നീ പഠിച്ചാൽ നീ ലോകത്ത് എവിടെ ചെന്നാലും പിടിച്ചു നിൽക്കും. കാരണം നിൻ്റെ അപ്പച്ചനെ നിനക്ക് ഇഷ്ടമാണോ, നിൻ്റെ പപ്പായെ നിനക്ക് ഇഷ്ടമാണോ? അവൾ പറഞ്ഞു, അതെ, വലിയ ഇഷ്ടമാണ്. ഈ പപ്പായ വളർത്തിയത് ഈ അമ്മയാണ്. പപ്പായുടെ സ്വഭാവം നിനക്ക് ഇഷ്ടമാണോ? ഇല്ല, പപ്പായുടെ സ്വഭാവം എനിക്കിഷ്ടമാണ്, നല്ല പപ്പായ. അങ്ങനെയാണെങ്കിൽ ആ നല്ല സ്വഭാവം പപ്പായ്ക്ക് പകർന്നു കൊടുത്തത് ഈ അമ്മയാണ്. പക്ഷേ ഈ അമ്മയ്ക്ക് പ്രായമായപ്പോൾ എന്തോ ചില ബുദ്ധിമുട്ടുകൾ വരുന്നു. നമ്മളതിനെ ആ രീതിയിൽ മനസ്സിലാക്കി അവരോട് ശാന്തമായിട്ടൊക്കെ ഇടപെട്ട് അവർക്ക് ഇച്ചിരി വഴക്കുണ്ടാക്കാനും ഇച്ചിരി ബഹളം ഉണ്ടാക്കാനും ഒക്കെ സ്വാതന്ത്ര്യമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സമാധാനമായിട്ട് നമുക്ക് ജീവിക്കാം. അതിലൂടെ നീ ലോകത്തോട് മുഴുവൻ ക്ഷമിക്കാനായിട്ട് പഠിക്കുകയാണ്. അതുപോലെ മറ്റുള്ളവരുടെ നന്മ നീ അംഗീകരിക്കുകയാണ്. ഈ വല്യമ്മ എൻ്റെ പപ്പായിക്ക് ചെയ്തു കൊടുത്ത നല്ല കാര്യങ്ങൾ, പപ്പായുടെ ജീവിതത്തിൽ ഉളവാക്കിയ നല്ല പുണ്യങ്ങൾ, ഇതെല്ലാം ഞാൻ വിലമതിക്കുകയാണ്. ഓരോ മാതാപിതാക്കളും കുഞ്ഞുങ്ങൾക്ക് ഒരു വലിയ പാഠശാലയാണ്. ഒത്തിരി പാഠങ്ങൾ അവരിൽ നിന്ന് പഠിക്കാനായിട്ടുണ്ട്.